ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കർക്കിടക മാസത്തിൽ മുതിർന്നവർക്കും കുട്ടികൾക്കൊക്കെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ളൊരു സ്നാക്കുമായിട്ടാണ്. ഇതിനെന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം. ആദ്യം ഇതിന് ഞാൻ എടുത്തിട്ടുള്ളത് എള്ളാണ്, കറുത്ത എള്ള്. ഇത് ഒരു 200 ഗ്രാം എടുത്തിട്ടുണ്ട്. നന്നായി വാഷ് ചെയ്ത് നല്ലോണം കഴുകിയെടുക്കണം. അതിനുശേഷം അതൊന്ന് ഡ്രൈ ആവാൻ വെക്കണം. വാഷ് ചെയ്തതിന് ശേഷം ഞാൻ അതിനെ ഒരു അരിപ്പയിലിട്ടിട്ട് വെള്ളം പോകാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഒരു ഉണങ്ങിയ തുണിയിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് ഡ്രൈ ചെയ്തെടുത്തു. ഇനി വേണ്ടത് വെല്ലമാണ്. ഞാനത് ഉരുക്കാൻ വെക്കുന്നുണ്ട്. അത് ഞാനൊരു ഒരു ഉണ്ട വെല്ലം ഫുള്ളായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. എള്ള് നന്നായി ഉണങ്ങി വന്നിട്ടുണ്ട്. പിന്നെ ഞാൻ എടുക്കുന്നത് 100 ഗ്രാം അവിലാണ്. ഞാനിവിടെ ബ്രൗൺ അവിലാണ് എടുത്തിട്ടുള്ളത്. അതിനുശേഷം വേണ്ടത് 100 ഗ്രാം നിലക്കടല എടുത്തു. പിന്നെ വേണ്ടത് ഒരു 50 ഗ്രാം കാഷ്യൂനട്ടും ബദാമും. 50 ഗ്രാം ബദാം, 50 ഗ്രാം കാഷ്യൂനട്ടും എടുത്തു. ഇത് ഓപ്ഷണലാണ്, ഉണ്ടെങ്കിൽ മാത്രം എടുത്താൽ മതി. പിന്നെ വേണ്ടത് തേങ്ങ, വെല്ലം ഉരുക്കി എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് തേങ്ങയാണ്. ഞാൻ ഇതിൻ്റെ 1/4 ഭാഗം, ഒരു മുറിയും പിന്നെ ഒരു മുറിയുടെ ഹാഫും കൂടിയാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ചൂടായ ഒരു ഫ്രൈ പാനിലേക്ക് ഇട്ടിട്ട് എള്ള് ഫസ്റ്റ് വറുത്തെടുക്കാം. ഇത് വറുത്തെടുക്കുമ്പോൾ സൂക്ഷിക്കണം, ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ. ഇത് ഫ്രൈ ആകുമ്പോൾ അത് പൊട്ടുന്ന സൗണ്ട് വരും. ആ ടൈം വരെ അത് വറുത്തെടുക്കണം. അതാണത് ആ എള്ളിൻ്റെ ഒരു പാകം. അങ്ങനെ എള്ള് ഫ്രൈ ആയിട്ടുണ്ട്. അതിനൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. കുറച്ചിങ്ങനെ നിരത്തി ഇട്ട് കൊടുത്താൽ വേഗം അത് തണിഞ്ഞോളൂ. നമുക്ക് പൊടിക്കേണ്ടതാണ്. നമുക്ക് സെയിം ഫ്രൈ പാനിലേക്ക് എടുത്ത് വെച്ചിരിക്കുന്ന അവൽ കൂടി വറുത്തെടുക്കാം. അവൽ വറുക്കുന്ന പാകം എന്ന് വെച്ചാൽ ഇതും സെയിം ഒരു ലോ ഫ്ലെയിമിൽ തന്നെയാണ് വറുക്കേണ്ടത്. അപ്പോൾ അവൽ നമ്മളെ കയ്യിലെടുത്ത് കഴിഞ്ഞാൽ പൊട്ടുന്ന രീതിയിൽ വരണം. ആ ടൈം വരെ അത് വറുക്കണം. ഇപ്പം അവൽ നന്നായി വറുത്തിട്ടുണ്ട്. അത് ഈ എള്ളിൻ്റെ കൂടെ തന്നെ ഇട്ട് കൊടുക്കാം നമുക്ക്. ഇനി നമുക്ക് കടല വറുത്തെടുക്കാം. കടല വറുക്കുമ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലിടുന്നതാണ് നല്ലത്, അല്ലെങ്കിൽ കുറേ ടൈം എടുക്കും. ഞാനങ്ങനെ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ടാണ് ഇത് വറുത്തെടുത്തത്. അതിൻ്റെ തോലിൻ്റെ കളർ മാറുന്നവരെ അത് നന്നായിട്ട് വറുത്തെടുക്കണം. കടല നന്നായി ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. അതിനെ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി നമുക്ക് ബദാം ഫ്രൈ ചെയ്തെടുക്കാം. ബദാം ഇതുപോലെ തന്നെ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വറുക്കുന്നതാണ് നല്ലത്. അത് വേഗം ഫ്രൈ ആയി കിട്ടും. ബദാമിൻ്റെ കൂടെ ഒരു മണത്തിന് വേണ്ടി ഞാനൊരു 4 ഏലക്കായും കൂടെ ഇട്ടിട്ടുണ്ടായിരുന്നു. ബദാം വറുത്തെടുത്ത് കഴിഞ്ഞതിന് ശേഷം അണ്ടിപ്പരിപ്പും കൂടെ വറുത്തെടുക്കാം. അങ്ങനെ ഇതും ഇതേപോലെ തന്നെ നന്നായി വറുത്തെടുത്തതിന് ശേഷം അതും വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. അങ്ങനെ എള്ളും അവലും എല്ലാം നന്നായി വറുത്തെടുത്തു, നട്ട്സ് എല്ലാം. ഇനി ഇതിനെ ഓരോന്നായിട്ട് പൊടിച്ചെടുക്കാം നമുക്ക്. ആദ്യം എള്ളും അവലും പൊടിച്ചെടുക്കാം. എള്ളും അവലും പൊടിച്ചിട്ടുണ്ട്. ഇത് ഇതുപോലെ തന്നെയാണ് പൗഡറാക്കി എടുക്കേണ്ടത്.
ഈ പൊടി ഒരു പാത്രത്തിലേക്ക് മാറ്റാം നമുക്ക്. അതിനുശേഷം ബാക്കിയുള്ള എള്ളു അവലും കൂടെ പൊടിച്ചെടുക്കാം. എള്ളു അവലും പൊടിച്ചെടുത്ത് കഴിഞ്ഞു. ഇനി നമുക്ക് നട്ട്സ് എല്ലാം ചേർന്ന് ഒരുമിച്ച് തന്നെ പൊടിച്ചെടുക്കാം. നിലക്കടലയും അണ്ടിപ്പരിപ്പും ബദാമും ചേർന്ന് 2 ട്രിപ്പായിട്ടാണ് ഞാൻ പൊടിച്ചെടുത്തത്. അങ്ങനെ നട്ട്സും പൊടിച്ചെടുത്തിട്ടുണ്ട്. അങ്ങനെ നട്ട്സും പൊടിച്ചെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇതിന് വേണ്ടിയിട്ടുള്ള തേങ്ങ ചിരകി എടുത്തിട്ടുണ്ടായിരുന്നു. അത് നമുക്ക് ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം. കൂടുതൽ അരയാനൊന്നും പാടില്ല, ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മാത്രം മതി. തേങ്ങയും ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചൂടായ പാനിലേക്ക് നമ്മൾ പാവ് കാച്ചി വെച്ച വെല്ലം ഉണ്ടല്ലോ, അത് അരിച്ച് ഒഴിക്കണം. അതൊന്ന് കുറച്ച് തിളക്കാൻ വെക്കണം. ആ വെല്ലപ്പാവ് തിളച്ച് വരുമ്പോൾ നമ്മൾ ചതച്ച് വെച്ച തേങ്ങയില്ലേ, അത് ആ വെല്ലപ്പാവിലേക്ക് ചേർത്ത് കൊടുക്കണം. എന്നിട്ട് നന്നായിട്ട് ഇളക്കി ഒരു 5 മിനിറ്റ് ആകുമ്പം അത് തിളച്ചോളും. ഇതിപ്പോൾ തിളച്ച് വന്നിട്ടുണ്ട്. ഇത് നന്നായിട്ട് ഇങ്ങനെ തിളച്ചൊന്ന് കുറുകുന്ന സമയത്താണ് നമ്മൾ പൊടികളെല്ലാം ചേർത്ത് കൊടുക്കേണ്ടത്. ഇങ്ങനെ ചെയ്യുമ്പം ഈ ഉണ്ടയില്ലേ, എള്ളും അവലും ചേർത്തിട്ടുള്ള ഉണ്ട കുറേ നാൾ വെക്കാൻ പറ്റും. ഈ മിക്സ് നന്നായൊന്ന് തിളച്ച് കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് എള്ളും അവലും പൊടിച്ചതും നട്ട്സ് പൗഡറാക്കിയതും എല്ലാം ഒരുമിച്ച് ചേർത്ത് കൊടുക്കാം. പൊടിച്ചെടുത്ത എല്ലാ പൗഡറും ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കണം. ഞാനിതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ലൊരു മണമായിരിക്കും ഇതിന്, നല്ല ടേസ്റ്റും ഉണ്ട്. ഇതൊക്കെ നെയ്യ് ചേർത്തതിന് ശേഷം എല്ലാം നന്നായി മിക്സ് ആവുന്ന വിധത്തിൽ നന്നായിട്ട് ഇളക്കി കൊടുത്ത് മിക്സ് ചെയ്ത് വെക്കണം. ഈ ടൈമിൽ തീ ഓഫ് ചെയ്യണം. അത് അടുപ്പിൽ നിന്നെടുത്ത് അതൊന്ന് തണിയുമ്പോൾ ചെറിയ ചൂടിൽ തന്നെ നമുക്കത് ഉരുട്ടിയെടുക്കാം. ഒരു ലഡുവിൻ്റെ വലുപ്പത്തിൽ ഉരുട്ടിയെടുത്താൽ മതി. ഇത് ഈ കർക്കിടക മാസത്തിൽ നമ്മൾ രാവിലെയും വൈകുന്നേരവും ഡെയിലി കഴിച്ചാൽ നമുക്ക് നല്ല ഹെൽത്തി ആയിരിക്കും. കുട്ടികൾക്കും എല്ലാം ഇഷ്ടപ്പെടും, അത്രയും ടേസ്റ്റ് ഉണ്ട് ഇതിന്. കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും കഴിക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്കാണ്. മുടി വളരാനും ശരീരപുഷ്ടിക്കും എല്ലാം ഈ ലഡു കഴിക്കുന്നത് നല്ലതാണ്. ഈ കർക്കിടക മാസത്തിൽ നിങ്ങൾ ഇതുപോലെ നിങ്ങളെ വീട്ടിൽ
വീട്ടിലിങ്ങനെ ഉണ്ടാക്കി കൊടുത്ത് നോക്കൂ. ഉണ്ടാക്കിയിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ അഭിപ്രായം പറയാൻ മറക്കല്ലേ. ഇനി നമുക്ക് അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. ബായ്.